എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലേസ് ഉപയോഗിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതിനു മുമ്പ് ട്രൈ ചെയ്തപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എന്തായാലും റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ലേസും ചിക്കനും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലേസ് റെഡ് കളർ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ലേസ് എടുക്കാവുന്നതാണ്. പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് കട്ട് ചെയ്യാം. കുറച്ച് വലുപ്പം കൂടിയിട്ടാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. ഇതൊരു ഇടത്തരം പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 300 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. വളരെ കുറച്ച് മസാലകൾ മാത്രമേ നമ്മൾ മാരിനേഷന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നാരങ്ങയുടെ പകുതി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് സോയാ സോസ് ആണ്. വളരെ കുറച്ച് സോയാ സോസും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് സോയാ സോസും ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് പേസ്റ്റ് രൂപത്തിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ലേസ് നമ്മൾ ടൊമാറ്റോ ഫ്ലേവറിലുള്ള ലേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ഇനി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ചിക്കനിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട്. ഒരു മണിക്കൂറോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം. അടുത്തതായിട്ട് നമുക്ക് ലേസ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ കവറിൽ തന്നെ നമ്മളൊന്നിങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ പൊടിച്ചു കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായി പൊടിയുന്നില്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് ലേസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് എടുത്തോളൂ. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഈ ലേസിൻ്റെ ഈ പൊടി ഉണ്ടല്ലോ ഇതിലൊന്ന് കോട്ട് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ചിക്കൻ പീസസ് ഒക്കെ ലേസിൽ കോട്ട് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ബാച്ച് ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനത്തെ രീതിയിലൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ, വെളിച്ചെണ്ണയിനേക്കാളും. വെളിച്ചെണ്ണയുടെ ആ ഒരു കുത്തലുണ്ടാവും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലാണ് കുറച്ചും കൂടി ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എണ്ണ ചൂടായപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ചിക്കൻ പീസസിൻ്റെ വലുപ്പമാണ് കേട്ടോ. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബോൺലെസ് പീസ് തന്നെ വേണമെന്നില്ല, ബോൺ ഉള്ളതും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മോൾക്കൊക്കെ കഴിക്കാൻ ഇതാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ, അതാണല്ലോ കുറച്ചുകൂടി എളുപ്പം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വലുപ്പത്തിൽ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഒരു KFC പോപ്കോണിൻ്റെ ഒക്കെ വലുപ്പത്തിൽ എടുക്കാൻ വിചാരിച്ചതാണ്. പിന്നെ ഞാൻ അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി എടുത്തു എന്ന് മാത്രം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ചോയ്സാണ്. നമ്മളുടെ ചോയ്സിനനുസരിച്ച് നമുക്കത് മാറ്റാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ ലേസിൻ്റെ ആ മസാലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ ഒരു മണം ഇങ്ങനെ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും കുട്ടികളുടെ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലേസൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്.
അപ്പോൾ ചിക്കനൊക്കെ എപ്പോഴും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് വീട്ടിലുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും പ്രത്യേകിച്ച് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ലേസ് ഇഷ്ടപ്പെടാത്ത കുട്ടികളൊക്കെ കുറവായിരിക്കും. അവർക്ക് എപ്പോഴും വാങ്ങിക്കൊടുക്കുന്നത് നല്ലതല്ല. എന്നാലും ഇടയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അവർക്ക് നന്നായിട്ടത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളർ ആവുമ്പോൾ, ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഞാനിവിടെ അടുത്ത ബാച്ച് ചിക്കനും കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മുടെ ലേസ് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്താൽ ഇത് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ലേസ് ചിക്കൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.